പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തും കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇത് നിങ്ങളുടെ ഇടയിൽ ഒരടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടത്തിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. യഹോവയായ ദൈവം നിയോഗം കൊടുത്ത് തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്നു. അസാധാരണ നിയോഗങ്ങൾ മോശയിൽ നിന്ന് കൈമാറ്റം ചെയ്ത് യോശുവ അത് ഏറ്റെടുത്ത് മുൻപോട്ട് വരുമ്പോൾ മുൻപിൽ പ്രതിസന്ധിയായി പ്രതികൂലമായി നിന്ന പലതിനെയും തരണം ചെയ്യുന്നത് യോശുവ തന്റെ കണ്ണിൽ കണ്ടു. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ യോശുവയുടെ 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം യോശുവയോട് ഇടപെടുന്ന ഈടുറ്റ പദങ്ങളിൽ ഒന്നാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. കാരണം യോശുവയെ നിന്റെ മുമ്പിൽ വരാനിരിക്കുന്നത് ഇന്നലകളിലെ പ്രതിസന്ധികളൊക്കെ കടന്നു പോകുന്നത് നീ കണ്ടു. പക്ഷെങ്കിൽ ഇനിയും നിന്റെ മുമ്പിൽ വലിയ പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെങ്കിൽ നീ ഉറപ്പും ധൈര്യത്തോടും കൂടെ നിന്നാൽ, മുൻപോട്ട് പോയാൽ അതിശക്തമായ നിലയിൽ നീ മുൻപോട്ട് പോകുക തന്നെ ചെയ്യും. നിന്നോട് കൂടെ ദൈവത്തിന്റെ കരം ചലിക്കും. ഈ പ്രാരംഭ സമയങ്ങളിൽ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. ഭയപ്പെടേണ്ട എന്നും ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്നും നിയോഗങ്ങളും പ്രവചന ശബ്ദങ്ങളും നമ്മുടെ മേൽ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അസാധാരണമായ ചില വഴികൾ നമ്മുടെ മുൻപിൽ വന്ന പ്രതിസന്ധികൾക്കകത്തൂടെ ദൈവം തുറന്നു തരുവാനിടയായിത്തീരും. കർത്താവിന് സ്തോത്രം. ഇവിടെ ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കും. ആ പദങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ചിലത് അടയാളമായി ചില ദൈവം ചെയ്യാൻ പോവാ. നാളെ മക്കളുടെ കാലത്ത്, കൊച്ചുമക്കളുടെ കാലത്ത്, മറ്റുള്ളവരുടെ സമയങ്ങളിൽ പറയത്തക്ക നിലയിൽ ഇത് ദൈവം പിതാക്കന്മാർക്ക് മാതാക്കന്മാർക്ക് ചെയ്തതാണെന്ന് പറയത്തക്ക നിലയിൽ ദൈവം ചില അത്ഭുതങ്ങൾ അടയാള സഹിതം ചെയ്യാൻ പോകുക. എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ ആമേൻ പറയാൻ തയ്യാറുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. യഹോവയായ ദൈവം യോശുവയോട് പറയുകയാണ്. അതെ, ആ 1-ാം വാക്യം മുതൽ യോർദാൻ കടന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചത്, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം 12 പേരെ കൂട്ടി യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചിരുന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്തുകൊണ്ട് വരണം. യോശുവ അതുപോലെ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളുടെ സമയത്ത് ഈ കല്ല് എന്താണ് എന്ന് ചോദിച്ചാൽ പറയേണ്ട മറുപടി, മരണയോർദാനെ മറികടന്നു വന്ന, മറികടക്കത്തില്ല എന്ന് വെല്ലുവിളിച്ച മരണയോർദാനെ മറികടന്നു വന്നതിന്റെ അടയാളമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്താ? 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ തന്നെ അത് വായിക്കുന്നു. കൊയ്ത്ത് കാലത്തൊക്കെ യോർദാൻ തീരമല്ല കവിഞ്ഞൊഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. പ്രൈസ് ദി ലോർഡ്. നിയോഗമുള്ള വിളിയുള്ള ദൈവശബ്ദം കേട്ട പുരോഹിതന്മാരുടെ കാൽ യോർദാന്റെ വക്കത്ത് ചവിട്ടിയപ്പോൾ കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകി വെല്ലുവിളിച്ച യോർദാന്റെ മേലൊഴുക്കുകളെ നിൽക്കുമാറാക്കിയ ദൈവത്തിന്റെ കരം. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കട്ടെ. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ഇത് നിങ്ങൾക്കൊരു അടയാളമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ വഴിമാറത്തില്ല എന്നും അതൊരു വലിയ പ്രതിസന്ധിയാണെന്നും ഇതെങ്ങനെ മറികടക്കാൻ കഴിയുമെന്നും തമ്മിൽ പറഞ്ഞു കാണും. യോർദാന്റെ തീരത്ത് വന്ന് നിന്ന് ഒരു പക്ഷെങ്കിൽ തമ്മിൽ പറഞ്ഞു കാണാം, ഈ യോർദാൻ എങ്ങനെ മറികടക്കും? അനേക പ്രതിസന്ധികൾ ഇന്നലകളിൽ മറികടന്നു, അനേക പ്രതികൂലങ്ങൾ ഇന്നലകളിൽ മറികടന്നു. പക്ഷെങ്കിൽ മരണയോർദാനെ കുറിച്ച് കൊയ്ത്ത് കാലത്ത് കരകവിഞ്ഞൊഴുകി കൊയ്ത്ത് അവരുടെ നന്മയെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന യോർദാന്റെ ചരിത്രത്തെ കുറിച്ച് അറിയാവുന്നവർ
അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാണും. ഈ പ്രതിസന്ധി ഇനി എങ്ങനെ മറികടക്കും? ഇന്ന് ഈ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ നോക്കി ഞാൻ ആത്മാർത്ഥതയോട് ചോദിക്കട്ടെ, ഇങ്ങനെ ചില ചോദ്യങ്ങൾ, ഇങ്ങനെ ചില വാക്കുകൾ നാം തമ്മിൽ പറഞ്ഞിട്ടില്ലേ? എങ്ങനെ ഈ പ്രതിസന്ധിയെ ഒന്ന് മറികടക്കും? ഹല്ലേലൂയ! എങ്ങനെ ഈ പ്രതികൂലത്തെ ഒന്ന് മറികടക്കാൻ കഴിയും? ഞങ്ങളുടെ കഴിവുകൊണ്ട്, ഞങ്ങളുടെ ബുദ്ധി കൊണ്ട്, ഞങ്ങളുടെ ആശയങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് സാധ്യമല്ലാത്തതൊന്ന് എങ്ങനെ മറികടക്കാൻ കഴിയും? ഒറ്റ കാര്യം, ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് ഈ ദൈവശബ്ദം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ആമേൻ മരണയോർദാൻ വെല്ലുവിളിച്ചതുപോലെ കൊയ്ത്തുകാലത്ത് ആമേൻ സമ്പാദ്യങ്ങളെ മുഴുവനും ആമേൻ അപഹരിച്ചു കൊണ്ടുപോയ യോർദാൻ വെല്ലുവിളിച്ചു നിന്നതിനെയും ആമേൻ എടുത്തുമാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ ഒരടയാള സഹിതം ദൈവം ചിലത് താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്നും പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നും ദൈവശബ്ദം കേൾക്കുന്നു, എന്നും പ്രവചനങ്ങൾ കേൾക്കുന്നു, എന്നും പ്രാർത്ഥിക്കുന്നു, എന്നും ഉപവസിക്കുന്നു. വലിയ മാറ്റങ്ങളൊന്നും ജീവിതത്തിൽ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ കാണുന്നുമില്ല. പക്ഷേ പ്രസംഗങ്ങൾ കേൾക്കുന്നു, വിശ്വാസവർദ്ധനയ്ക്ക് ഉതകുന്ന നിലയിലുള്ള വേടുകൾ കേൾക്കുന്നുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ല. ജീവിതത്തിൽ അനിവാര്യമായി വന്നിരിക്കുന്ന വലിയൊരു വിഷയമാണ് മാറ്റം സംഭവിക്കുക. ജീവിതത്തിനകത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വഴിമാറ്റി ദൈവിക വിടുതലുകൾ, ദൈവിക പ്രവൃത്തി അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത, കൊതിക്കാത്ത വ്യക്തികളില്ല. പക്ഷെ ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ദൈവാത്മാ വചനത്തിലൂടെ പറയുന്നു, അടയാള സഹിതം ആമേശ്വര മക്കളുടെ കാലത്തും കൊച്ചുമക്കളുടെ കാലത്തും പറയത്തക്ക നിലയിൽ അടയാളമായി ചിലത് ദൈവം ചെയ്യാൻ പോവുക. അവർ ചോദിക്കും, ഇതെന്തേ എന്ന് ചോദിക്കുമ്പോൾ പിതാക്കന്മാരുടെ കാലത്ത് ആമേൻ യോർദാൻ മറികടന്നു വന്നത് അവിടുന്ന് എടുത്തോണ്ട് വന്ന കല്ലാണെന്ന് പറയത്തക്ക നിലയിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും? അതേ പ്രിയമുള്ളവരെ, കാലങ്ങൾ ഒത്തിരി കഴിഞ്ഞു കാണും, വർഷങ്ങളുടെ സ്തോത്രം, വർഷങ്ങൾ പറയാൻ കാണും എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറുപടിയില്ല എന്ന്, വർഷങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കാണും. എന്നാൽ ദൈവാത്മ പറയുന്നു, അടയാളം വെച്ച് ചിലത് ദൈവം ചെയ്യാൻ പോകുക, അടയാളം വെച്ച് ചിലത് പ്രവർത്തിക്കാൻ പോകുക. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, സുഹൃത്തെ, താങ്കളോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഈ യോർദാന്റെ വക്കത്ത് വന്ന് നിന്ന് ഈ യോർദാൻ മറികടക്കാൻ കഴിയുമോ? ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നൊരു ചോദ്യം താങ്കളുടെ ഉള്ളിൽ കാണും. ഇന്ന് ഈ രാത്രി പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിനകത്ത് ചിന്തകൾ ആമേൻ അലയടിക്കുന്നത്, എങ്ങനെ ഈ പ്രതിസന്ധികൾക്കകത്തുനിന്ന് മുന്നോട്ട് പോകാൻ കഴിയും? എങ്ങനെ ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ കഴിയും? അതിനൊറ്റ കാര്യം, ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുക. ദൈവത്തിന് ചിലത് താങ്കളോട് സംസാരിക്കാനുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ദൈവപ്രവർത്തിക്ക് വേണ്ടി വിശ്വാസത്തോടെ ദൈവശബ്ദം കേൾക്കുവാൻ താണിരുന്നു കൊണ്ട് കർത്താവ് ചില അടയാള സഹിതം ചെയ്യാൻ താങ്കളോട് സംസാരിക്കാനുണ്ട്. അടയാള സഹിതം കർത്താവ് താങ്കളെ ലൈവിൽ ചെയ്യാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടെ വചനങ്ങൾ ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, ദൈവശബ്ദത്തിന് ചെവി കൊടുത്തു. നമുക്ക് മുൻപോട്ട് പോകാം. ഇത് ചില അടയാളത്തിന് കാരണമായി മാറും. ഇത് ചില അടയാള സഹിതം ചില വിടുതലുകൾ വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.